കേരളത്തിലെ സർക്കാരുകൾ കാർഷിക മേഖല സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ചാമുണ്ണി. ഓഡിറ്റിന്റെ പേരിൽ കേന്ദ്രം ആനുകൂല്യം തടഞ്ഞുവെക്കുന്നത് കേരളത്തിനോട് മാത്രമാണെന്നും വി ചാമുണ്ണി ആരോപിച്ചു. സംഭരണ വിലയും രാസവള സബ്സിഡിയും ആവശ്യപ്പെട്ട് കിസാൻ സഭ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 60% പേരും ഉപജീവന മാർഗത്തിനായി ഇന്നും ഉപയോഗിക്കുന്നത് കൃഷിയെയാണ്. എന്തിനെയെല്ലാം ഉപേക്ഷിച്ചാലും കൃഷിയെ ഉപേക്ഷിക്കരുതെന്നായിരുന്നു മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ആദ്യം ഉപേക്ഷിക്കുന്നത് കൃഷിയെയാണ്. കേരളത്തിൽ ഭരിച്ച UDF സർക്കാരുകളും LDF സർക്കാരുകളും കൃഷി സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല. കേരളത്തിലെ കർഷകരോടുള്ള കേന്ദ്ര അവഗണന തുടരുകയാണ്. ഓഡിറ്റിന്റെ പേരിൽ സംഭരണത്തിന്റെ വില നൽകാതെയുള്ള നീതികേട് കേന്ദ്രം കാണിക്കുന്നത് കേരളത്തോട് മാത്രമാണ്. തദ്ദേശ ഫണ്ടിൽ 30% വെട്ടിക്കുറച്ചതോടെ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫണ്ടില്ലാതായി. കേന്ദ്ര സർക്കാർ രാസവളത്തിന് ഏർപ്പെടുത്തിയ നിബന്ധനകൾ കർഷകർക്ക് വിനയായി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സബ്സിഡികൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അടിച്ചുമാറ്റുകയാണെന്നും വി ചാമുണ്ണി പറഞ്ഞു. കാർഷിക മേഖലയോട് ക്രൂരമായ അവഗണന അത് തുടരുന്നതിന്റെ കൂടി ഭാഗമാണ് ഈ പ്രയാസവും പ്രതിസന്ധിയും കൂടുതൽ വർദ്ധിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വളത്തിന്റെ സബ്സിഡി 8.4% വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധി പറഞ്ഞത് നമുക്ക് എന്തിനു വേണമെങ്കിലും മാറ്റിവെക്കാം കൃഷി ഒഴിച്ച് എന്നായിരുന്നു. പക്ഷേ ഇന്നെന്താണ് അവസ്ഥ? കൃഷിയെയാണ് മാറ്റിവെക്കുന്നത്. കൃഷിക്ക് ഇപ്പോൾ വലിയ പരിഗണനയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഏറ്റവും വലിയ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. ഏതാണ്ട് 60-61% ജനങ്ങൾ കൃഷിയെ അതിന്റെ അനുബന്ധ മേഖലകളെ ജീവിതമാർഗമായി സ്വീകരിച്ചാണ് ഇപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരമൊരു രാജ്യത്തിന്റെ രക്ഷയും പുരോഗതിയും കൃഷിയെ സഹായിക്കാതെ സംരക്ഷിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാതെ എങ്ങനെ കഴിയും എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, മുൻ ജില്ലാ സെക്രട്ടറി AS ശിവദാസ്, NR അംബിക, അശോകൻ, മോഹനൻ, ബാബു മണ്ണൂർ, ഹരിപ്രസാദ്, ചന്ദ്രശേഖരൻ, സജീവ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.